എന്താണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ അടുക്കാറായിട്ടുണ്ട്. അതിൻ്റെതായ ടെൻഷനിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ മക്കള്. പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും മക്കൾക്ക് എന്താണ് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അത് നന്നായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലുമൊക്കെ പിക്ചറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ വരുള്ളൂ. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബുക്കിലെ അർത്ഥങ്ങളും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചിടിയാക്കാ ഗർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കവിത മക്കൾക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. ആ കവിതയിലെ ആക്ടിവിറ്റീസ് ആണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഒന്നുമില്ല, ആദ്യം നിങ്ങൾ ആ കവിത പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോന്ന് ചിടിയാന്ന് വെച്ചാൽ എന്താണ്, പക്ഷിയാണ്. പിന്നെ എന്താണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ചോഞ്ച് എന്ന് വെച്ചാൽ കൊക്കാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. മിക്കവാറും മക്കൾക്ക് പിക്ചർ തന്നിട്ട് ഇത് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഈ കൊക്ക് കണ്ടിട്ട് കൊക്കാന്ന് മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അതിന് ഹിന്ദിയിൽ എന്താ പറയാന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് മിസ് പറഞ്ഞത്, അങ്ങനെ പഠിച്ചിട്ട് വെക്കുക കേട്ടോ. അപ്പൊ നോക്കാം, നമുക്ക് ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, പെഹ്ചാനി ലിഖേ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പെഹ്ചാനി എന്ന് വെച്ചാൽ എന്താണ്, തിരിച്ചറിയൂ, എന്നിട്ട് ലിഖേ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ മക്കള് തിരിച്ചറിയേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ദേ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, പിക്ചർ തന്നിട്ടുണ്ട്. ഇത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിടിയാണ്. ഇനി അഥവാ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ വരുന്നത് ഇതാരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം തന്നിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്തു, ചിടിയാണ്, പക്ഷിയാണ്. മക്കൾക്ക് അറിയാം അല്ലെ. നമ്മളോട് ചോദിച്ച ചോദ്യം ഇതല്ല. നോക്കിക്കേ, ഇതെന്താന്നും ചോദിച്ചു, ഇതെന്താന്നും ചോദിച്ചു. ഓക്കെ, മിസ് നേരത്തെ പറഞ്ഞ സാധനമാണ്. ഇത് കൊക്കാന്ന് മക്കൾക്ക് അറിയാം അല്ലെ. കൊക്കിന് ഹിന്ദിയിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ചോഞ്ച് എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. കൊക്കിന് ഹിന്ദിയിൽ ചോഞ്ച് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു, ദേ ബലൂണിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു ചോഞ്ച്. ചോഞ്ച് എന്ന് വെച്ചാൽ കൊക്കാണ് അല്ലെ. പിന്നെന്താണ്, ഇത് വൈക്കോലാണ്, പുല്ലാണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം അല്ലെ. വൈക്കോല്, പുല്ല്, അങ്ങനെയുള്ള ഒരു അർത്ഥമായിരുന്നു. അങ്ങനെ അർത്ഥമുള്ള എന്തോ ഒരു വാക്ക് മക്കൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്, തിൻക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മക്കൾ എന്ത് ചെയ്യുന്നു, തിൻക എന്ന് എടുത്തെഴുതുന്നു. ചില സമയങ്ങളിൽ എക്സാമിന് മക്കൾക്ക് എന്ത് തരും, ഓപ്ഷൻസ് തരും. എന്നിട്ട് അത് എടുത്തെഴുതാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സമയം എന്ത് തരത്തില്ല, ഓപ്ഷൻസ് തരത്തില്ല. അപ്പൊ മക്കൾ റിസ്ക് എടുക്കരുത്. എന്ത് ചെയ്യണം, തിൻക എന്ന് വെച്ചാൽ വൈക്കോലാണ് അല്ലെങ്കിൽ പുല്ലാണ്. ചോഞ്ച് എന്ന് വെച്ചാൽ എന്താണ്, ആ കൊക്കാണ്. പിന്നെ പക്ഷിക്ക് ചിടിയ എന്നാണ് പറയുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി പഠിച്ചു വെച്ചോളാം. ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തരുത് കേട്ടോ. പിന്നെ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത് നോക്കിക്കേ. ചിടിയാക്കി ചോഞ്ച് മേ ക്യാ ഹേ എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ചിടിയയുടെ ചോഞ്ചില് ക്യാ ഹേ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിടിയയുടെ പക്ഷി, ചിടിയാച്ച പക്ഷിയാണ് അല്ലെ. ചോഞ്ച് എന്ന് വെച്ചാൽ കൊക്കാണ്. ചിടിയയുടെ ചോഞ്ചിൽ, കൊക്കിൽ എന്താണുള്ളത്? മക്കൾക്ക് അറിയാതെ പിക്ചറിൽ ആരെയാ കാണുന്നേ, ദേ ചിടിയയുടെ കൊക്കില് നിങ്ങൾ തിൻകയാണ് കാണുന്നത്. എന്താണ് കാണുന്നത്, തിൻകയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു, ദേ തിൻക എന്ന് എഴുതി വെക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ എന്തെങ്കിലും കുഞ്ഞു കാര്യമായിരിക്കും എക്സാമിനും വരിക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് എന്താണ്, പേജ് നമ്പർ 35 ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിക്ചർ തന്നിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള എന്ത് വാക്യം എടുത്ത് എഴുതാനാണ്. അതായത് ഈ പിക്ചറിനനുസരിച്ചിട്ടുള്ള ഏതോ ഒരു വാക്യം എന്തിലുണ്ട്, ദേ ഈ 3 അതെടുത്ത് എഴുതണം. അതേപോലെ ഈ പിക്ചറിന് ഈക്വൽ ആയിട്ടുള്ള, ഈ പിക്ചറിൽ കാണിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ തന്നുകൊണ്ടുള്ള ഒരു വാക്യം ഈ 3 അത് മക്കൾ എടുത്ത് എഴുതണം. അങ്ങനെ 3 പിക്ചേഴ്സ് ആണ് മക്കൾക്ക് തന്നിട്ടുള്ളത്. പിക്ചർ തന്നിട്ട് ഞാൻ ചോദിക്കാറ് കേട്ടോ നമുക്ക്. അപ്പൊ 3 പിക്ചേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള, ആപ്റ്റ് ആയിട്ടുള്ള വാക്യം മക്കളോട് സ്വന്തമായിട്ടൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പേടിക്കണ്ട. അത് എടുത്ത് എഴുതാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എടുത്ത് എഴുതുന്ന സമയത്ത്, എക്സാമിന് എഴുതുന്ന സമയത്തും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, പെഹ്ചാനെ ഓർ ലിഖേ, തിരിച്ചറിയൂ എന്നിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് എഴുതിയേക്കാം. ആദ്യം നോക്കേണ്ട കാര്യം, മക്കൾക്ക് അറിയാവുന്ന എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒരു മരമുണ്ട്, ഒരു കൂടുണ്ട്, പിന്നെ എന്താണ്, നമ്മുടെ പക്ഷിയുണ്ട്. പക്ഷിയുടെ കൊക്കിൽ എന്തുണ്ട്, ആ തിൻകയുണ്ട്, ആ ഒരു പുല്ല് പോലത്തെ സാധനം ഉണ്ട്, അല്ലെങ്കിൽ വൈക്കോലുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള വാക്കുകൾ വരണം. അതായത് തിൻക എന്ന് പറഞ്ഞ സംഭവം വരണം, ചിടിയ എന്ന് പറഞ്ഞ സംഭവം വരണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് നോക്കിക്കേ. തിൻക വരുന്ന ഏതെങ്കിലും വാക്ക് മക്കൾ ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. പിക്ചർ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് ഇത് തിൻക എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കേ. ഇതാ തിൻക വരുന്നുണ്ട്. അപ്പൊ ഇതിന് പറ്റിയ ഏതായിരിക്കും? അങ്ങനെ നോക്കാം. ആ പറ്റിയിട്ടുള്ള ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ആ സെന്റൻസിന്റെ അർത്ഥം മിസ് പറയാം. നോക്കേ, ചിടിയ പക്ഷി എന്താ ചെയ്യുന്നത്, തിൻകോസെ വൈക്കോൽ എടുത്ത് അല്ലെങ്കിൽ എന്താണ്
പുല്ല് കൊണ്ട് അല്ലെങ്കിൽ വൈക്കോല് കൊണ്ട് എന്തുണ്ടാക്കുന്നു? ഗർ ബനാത്തി ഹേ. നമുക്ക് വൈക്കോൽ എന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം? പുല്ല് എന്ന് എടുക്കാം, എന്ത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. വൈക്കോല് കൊണ്ട് എന്തുണ്ടാക്കുന്നു? ഗർ ബനാത്തി ഹേ. ഗർ എന്ന് വെച്ചാൽ എന്താണ്? വീടാണ് അല്ലെ, വീട്. ബനാത്തി ഹേ എന്ന് വെച്ചാൽ എന്താണ്? നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതല്ലേ നമ്മുടെ പിക്ചറിൽ തന്നിരിക്കുന്നത്. വീടുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാ? നമ്മുടെ പക്ഷി പുല്ലും കൊണ്ടിട്ട് അല്ലെങ്കിൽ വൈക്കോലും കൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? മിസ് ABC ഇടാവേ, ABC ഇടാം. നമ്മുടെ ആൻസർ എന്താണ്? ബി ആണ്. മക്കൾ എന്ത് ചെയ്യണം? ഇത് ബി എന്നൊന്നും പറഞ്ഞെടുത്ത് എഴുതി വെക്കരുത്. ആ സെന്റൻസ് കറക്റ്റ് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിലോട്ട് എഴുതിയെടുക്കണം കേട്ടോ. അല്ലാതെ ABC ഒന്നും ഇട്ട് വെക്കരുത്, ഫുള്ളായിട്ട് എടുത്ത് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഇത് വരത്തില്ല, ബാക്കി ഏതെങ്കിലും രണ്ടെണ്ണേ വരുള്ളൂ അല്ലെ. അപ്പൊ ഇത് ഇനി എഴുതണ്ട എന്നുള്ള അർത്ഥം അല്ലെ. ഓക്കെ, യെസ്, അത് നമ്മൾ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഓക്കെ, അതിനി എഴുതുന്നില്ല. ഇനി നോക്കാം അടുത്ത പിക്ചർ നന്നായിട്ട് നോക്കാം. നമ്മുടെ പക്ഷി കുഞ്ഞുങ്ങള് പറന്നു പോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോകുന്ന പിക്ചറാണ് ഉള്ളത്. ഓക്കെ, പക്ഷി കുഞ്ഞുങ്ങളെ കാര്യം പറന്നു പോകുന്നത് പറയുന്ന ഏതെങ്കിലും ഭാഗം ഇതിലുണ്ടോ നോക്കിക്കേ. യെസ്, ഈ അവസാനത്തെ ഭാഗം മക്കള് ശരിക്കും നോക്കിക്കേ. ചിടിയാക്കെ പക്ഷിയുടെ ബച്ചി എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികൾ എന്നുള്ള അർത്ഥം അല്ലെ. കുട്ടികൾ ഉഡജാത്തേ ഹേ. ഈ വാക്കായിരിക്കും മക്കൾക്ക് അറിയാത്തത്. ഉഡജാന എന്ന് വെച്ചാൽ പറന്നു പോവുക എന്നുള്ള അർത്ഥമാണ്. നോക്കിക്കേ, ഉഡജാത്തേ ഹേ എന്ന് വെച്ചാൽ എന്താണ്? പറന്നു പോകുന്നു എന്നുള്ളതാണ്. അതിന് പറ്റിയ വാക്കല്ലേ ഇത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? ഈ വാക്ക് ഈ ഡാഷ് ഇട്ട് കൊടുത്തെടുത്ത് എഴുതിയെടുക്കുന്നു. നമ്മുടെ ആൻസർ ഏതാണ്? സി ആണ്. ഈ സി പറഞ്ഞ സെന്റൻസ് മുഴുവൻ മക്കൾ എഴുതിയെടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തേ ഹേ എന്നുള്ളത് എഴുതി. ഓക്കെ, ഇനി അവസാനത്തെ ഒന്നുകൂടി ബാക്കിയുണ്ട് അല്ലെ. ആ അവസാനത്തെ ഒറ്റൊരു കാര്യം കൂടി നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ മക്കൾ എന്താണ്? ഇത് നമുക്ക് എടുക്കാം. നോക്കിക്കേ, ആ ഒരു അവസാനത്തെ സാധനം മിസ് എഴുതാൻ പോവാണ്. നോക്കിക്കേ, ആ ഒരു ഭാഗം നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ഇനി ആ അവസാനത്തെ അതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതാക്കരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് വായിച്ചു നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. നമ്മുടെ ഇതിന്റെ ഉള്ളിൽ എന്താണ്? പക്ഷിക്കുഞ്ഞുങ്ങൾ കൂടിന്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷിക്കുഞ്ഞുങ്ങൾ കൂടിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്, പക്ഷിയുടെ വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. അപ്പൊ നോക്കിക്കേ, ഘർ കെ അന്തർ, വീടിന്റെ അന്തർ എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളിൽ എന്നുള്ള അർത്ഥം അല്ലെ. ഉള്ളിൽ ആരിയ്ക്കുന്നു? നമ്മുടെ ചിടിയാക്കെ ബച്ചെ, പക്ഷിയുടെ ബച്ചെ എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികൾ ഉണ്ട്. ഹേ എന്ന് വെച്ചാൽ എന്താണ്? ഉണ്ട് എന്നുള്ള അർത്ഥം അല്ലെ. വീടിന്റെ ഉള്ളിൽ ഘർ കെ അന്തർ ആരുണ്ട്? പക്ഷിയുടെ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതല്ലേ. യെസ്, അതും കിട്ടി. അപ്പൊ നമ്മുടെ ശരിക്കുള്ള ആൻസർ എന്താണ്? എ ആണ്. ഈ ഫുൾ സെന്റൻസ് മക്കൾ എന്ത് ചെയ്യുന്നു? എഴുതി വെക്കുന്നു. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ എക്സാമിനും വരെ കേട്ടോ. അപ്പം ഏതെങ്കിലും ഒരു കുഞ്ഞു വാക്കെങ്കിലും മക്കൾക്ക് കണക്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു ഉള്ളിൽ നിന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ അന്തർ എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ എന്താണ്? ഉഡ്ജാത്തേ ഹേ, പറന്നു പോകുന്നു എന്നുള്ള വാക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മക്കള് തിൻക എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ വൈക്കോലുള്ള പിക്ചർ, വൈക്കോലിന്റെ ആ സാധനം എടുത്ത് എഴുതുക. അങ്ങനെ കണക്ട് ചെയ്തിട്ടെങ്കിലും എഴുതാൻ വേണ്ടി നോക്കുക. ഇങ്ങനത്തെ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ പേടിച്ച് നിൽക്കരുത്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ഓണം എക്സാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതാനുള്ളതാണ്. അപ്പൊ ഇപ്പോഴേ മക്കൾ പഠിച്ചു തുടങ്ങിക്കോളാം, ഒട്ടും നേരം ഇല്ല കേട്ടോ. അപ്പൊ നോക്കാം. യെസ്, അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കോണ്ടന്റ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഓണം എക്സാം നമുക്ക് തകർക്കേണ്ടതാണ്. ബൈ ബൈ.